അബ്രാം ഓസ്ലർ ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അവർ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമോഷണൽ ബേസ്ഡ് ഇൻവെസ്റ്റിഗേറ്ററാണ്. ജയറാമിൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് കുറേ ആൾക്ക് ശേഷം നമ്മുടെ ജയറാമിൻ്റെ നല്ലൊരു പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ ആ ഒരു ആൾ ഇതിനകത്തുണ്ട്. അതാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്. അത് ഞാൻ പറയുന്നില്ല, തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം. ആൾക്ക് പെർഫോം ചെയ്യാനുള്ള റോൾ ഉണ്ടായിരുന്നു. എന്തായാലും മിഥുൻ മാൽ തോമസിൻ്റെ ആ ഒരു ത്രില്ലിങ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. BGMs ഒക്കെ നൈസായിരുന്നു. എന്തായാലും വൺ ടൈം വാച്ചബിൾ ഫിലിം. എനിക്ക് ആ ഒരു ലെവൽ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇതൊരു കൂടുതൽ ഇമോഷണൽ ഇതായിട്ട് തോന്നിയത്. ത്രില്ലറാണ്, ബോറടിക്കില്ല. എന്തായാലും ത്രില്ലർ എന്ന് വൺ ടൈം വാച്ചബിൾ കാണാറുണ്ട്. ഗസ്റ്റ് റോൾ നന്നായിട്ടുണ്ട്. ബട്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ എനിവൺ. ബട്ട് ആൾ വന്നപ്പോൾ പൊളിച്ചു. അതാണ് മൂവി സൂപ്പറായിട്ടുണ്ട്. മൂവി നല്ല അറിവ് കിട്ടുന്ന ഒരു മൂവിയാണ്. അതിനകത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, പുതിയ കാര്യങ്ങൾ അറിയാനുണ്ട്. അറിയാത്ത കുറേ കാര്യങ്ങൾ അതിനുള്ളിലുണ്ട്. സൂപ്പർ മൂവി, ഒന്നും പറയാനില്ല, മറിച്ചൊന്നും പറയാനില്ല. ത്രില്ലിംഗ് മൂവി, തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലിംഗ് മൂവി. പിന്നെ ഉണ്ടല്ലോ മമ്മൂട്ടി, നന്നായിട്ടുണ്ട്. ജയറാമേട്ടനെ തീർച്ചയായിട്ടും അടിപൊളി, ഭയങ്കര ത്രില്ലാണ്. ഭയങ്കര എടുത്തുള്ള വലിയൊരു തിരിച്ചുവരവാണ് ജയറാമിൻ്റെ. മമ്മൂട്ടിൻ്റെ ലെവൽ വളരെ അടിപൊളി പടമാണ്. ജയറാമേട്ടൻ മറ്റു പുള്ളി പറഞ്ഞ ആറാടാണ് ഇതിനകത്ത് എടുത്തത്. അടിപൊളി പടം. ജയറാമേട്ടൻ്റെ ശക്തമായ തിരിച്ചുവരവാണ്. മമ്മൂക്ക ക്യാമിയോ റോളൊന്നുമല്ല, സെക്കൻഡ് ഹാഫിൽ ത്രൂ ഔട്ട് ഉണ്ട്. പിന്നെ ലാഗൊന്നും സംഭവില്ല. സ്ക്രിപ്റ്റും ഡയറക്ഷനും ഉപകരണമാണ് മിഥുൻ മാൽ തോമസിൻ്റെ. ഒരു മെഡിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. പടം ഭയങ്കര ഹിറ്റായിരിക്കും. നേരിട്ട് റെക്കോർഡ് പൊട്ടിക്കും. ജയറാമേട്ടൻ്റെ ശക്തമായി തിരിച്ചുവരവ്. മമ്മൂക്ക ആറാടിയുണ്ട്. വില്ലൻ ആരാണെന്ന് പറയില്ല, ട്വിസ്റ്റ് ഉണ്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടം നല്ല കിടിലൻ പടമാണ്. അതായത് ഓസ്ലർ സിനിമ ജയറാമിന് നല്ലൊരു തിരിച്ചുവരവ്. ജയറാമിന് തിരിച്ചുവരുന്നതിനോടും അതിനോടൊപ്പം പറയുന്നതാണ് മമ്മൂക്കയുടെ നല്ലൊരു റോള്. അതായത് ഫസ്റ്റ് ഹാഫ് വരെ ജയറാമിൻ്റെ കയ്യിലാണ്. ഫസ്റ്റ് ഹാഫ് അല്ല, പടം ജയറാമിൻ്റെ കയ്യിലാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം ഇതിൽ കാണാം. എന്തായാലും കിടിലൻ പടമാണ്. തിയേറ്റർ വാച്ച് മിസ്സാക്കാണ്ട് കാണാവുന്ന പടമാണ്. അടിപൊളിയാന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോ ഒന്നുമല്ല. ഒരു നമുക്ക് കണ്ണെടുക്കാൻ പറ്റില്ല സ്ക്രീനിൽ നിന്ന്. കാരണം ജയറാമേട്ടൻ്റെ പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ കണ്ടിന്യൂ ആയിട്ട് നിൽക്കുമ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ആ വില്ലൻ്റെ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴേക്കും ഉണ്ടല്ലോ, അത് നമുക്കൊരു തിയേറ്ററിൽ ഇരിക്കാൻ തോന്നില്ല. അതുപോലത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. BGM എന്താണ് ബ്രോ, അതൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ കാണണം. തിയേറ്ററിൽ വന്ന് തന്നെ കാണണം, എന്നാലേ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. മമ്മൂക്കയൊന്നും പറയാനേ പറ്റത്തില്ല. മമ്മൂക്കയുടെ എന്താന്ന് പോലും പറയാനില്ല. അതൊക്കെയാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റോളാണ് മമ്മൂക്ക എടുത്ത് ചെയ്തേക്കുന്നത്. അടിപൊളി.